അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവൾ കാത്തിരിക്കുകയാണ് സഫീറിനെ. പക്ഷേ സമയം ഇരുട്ടായി തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സഫീർ വന്നില്ല. അതെ, ഇന്ന് അദ്ദേഹത്തിൻ്റെ കല്യാണ ദിവസമാണ്, നിക്കാഹാണ്. അഭിനയത്തിന് വേണ്ടി പോയതാണ്. താൽക്കാലികം ഒരു അഭിനയം മാത്രം. ഞാൻ തിരിച്ചു വരും മോളെ, നീ വിഷമിക്കല്ലേ. അവൻ്റെ ആ ഒരു വാക്കുകൾ, കണ്ണീരോടെയുള്ള യാത്ര പറച്ചിൽ, അതെല്ലാം എനിക്ക് അവസാനത്തേതായിരുന്നോ? നൂർജഹാനുമായുള്ള നിക്കാഹിൻ്റെ ദിവസമാണ് ഇന്ന്. പക്ഷേ സമയം മഗ്‌രിബും കഴിഞ്ഞു. മോളെ, മോളെ, ആ, ഉമ്മ വിളിക്കുന്നു. ആ, ഉമ്മ. മോളെ, എന്താ ഓൻ വന്നില്ലേ ഇതുവരെ ആയിട്ട്? മോന് വന്നില്ലേ? ഉമ്മ, ഇല്ല. മോളൊന്ന് വിളിച്ചു നോക്ക്. വേണ്ടുമ്മ, എന്തിനാണ് ഞാൻ വിളിച്ചു നോക്കുന്നത്? ഉമ്മ, ഞാൻ വിളിച്ചു നോക്കുന്നില്ല. വിളിച്ചവരെ ബുദ്ധിമുട്ടാക്കുന്നില്ല ഉമ്മ. അതിൻ്റെ ആവശ്യമില്ലല്ലോ മോളെ. എന്നാലും വിളിച്ചു നോക്ക്. എന്നാൽ ആമ ഓടിയെത്തി. കുഞ്ഞിമ്മ വന്നില്ലേ? ആപ്പാപ്പ വന്നില്ലേ? കുഞ്ഞിമ്മ. മോളെ, ഇല്ല. കല്യാണത്തിന് എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ എന്നെ കൊണ്ടുപോയില്ല. വേണ്ട മോളെ, ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. അല്ലെങ്കിലും അവൾ ആമിയെ പിടിച്ച് കരഞ്ഞു. കുഞ്ഞമ്മ എന്തിനു കരയുന്നത് മോളെ? ഒന്നുമില്ല, നമ്മളുണ്ടല്ലോ അല്ലേ. കുഞ്ഞമ്മ കരയണ്ട കേട്ടോ. കുഞ്ഞിമ്മക്ക് ആമി കൂട്ടിനുണ്ടല്ലോ, കരയണ്ട കേട്ടോ. കുഞ്ഞിമ്മ എന്തിനാ വിഷമിക്കുന്നത്? കുഞ്ഞിമ്മ വിഷമിക്കണ്ട കേട്ടോ മോളെ. എന്നാൽ അതാ റിസ്വാന വക്കീലിന് വല്ലാത്ത സങ്കടം. കാര്യം മറ്റൊന്നുമല്ല, എന്നോട് സഫീർ പറഞ്ഞതായിരുന്നു ഞാൻ തിരിച്ചു വരും, നീ കാത്തിരിക്കണമെന്ന്. പക്ഷെ ഇതുവരെ വന്നില്ല. ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, എന്തിനാ വെറുതെ ഓരോരുത്തരുടെ സുഖവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നത്? ആ രാത്രിയിൽ അവൾക്ക് വല്ലാത്ത ടെൻഷൻ. മോളെ, നീ വിഷമിക്കല്ലേ, അവൻ ഇങ്ങ് തിരിച്ചു വരാതിരിക്കൊന്നുമില്ല. അവന് അത്രക്കാരനൊന്നല്ല, എൻ്റെ കുട്ടി നല്ലോനാ. എനിക്ക് നല്ലോണം പരിചയമുണ്ടല്ലോ ഓനെ. എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കൂല ഉമ്മ. അത് സംഭവിക്കല്ലോ ഉമ്മ. എന്ന് അദ്ദേഹത്തിന് നിക്കാഹല്ലേ. അപ്പോൾ സാരമില്ല മോളെ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലാതെ മോളൊന്നും കൊണ്ടും വിഷമിക്കില്ല. ഇങ്ങനെ നീ കരയാൻ ഞങ്ങൾക്കാരാ മോളെ. എന്നാൽ ആയിഷ പെട്ടെന്ന് വന്ന് പറഞ്ഞു, അതെ ഇത്തങ്ങൾ വിഷമിക്കണ്ട. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയണല്ലോ, വിശ്വസിക്കാൻ കൊള്ളാത്ത തറവാട്ടുകാരാണ് പുളിക്കൽ തറവാട്ടുകാർ. അതെനിക്ക് നന്നായിട്ടറിയാം. കാര്യം അത്രക്കും മോശമാണ് അവരുടെ സ്ഥിതിഗതികളൊക്കെ. എനിക്ക് വിശ്വാസമേ ഇല്ല. ആയിഷ കരഞ്ഞുകൊണ്ട് അതാ റിസ്വാനെ ആശ്വസിപ്പിക്കുന്നു. അതെ ഋഷു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല മോളെ. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പുളിക്കൽ തറവാട്ടിൽ ആരെയും വിശ്വസിക്കാൻ എനിക്ക് ധൈര്യമില്ല. സഫീർ നല്ലവനായിരിക്കും, എന്നെയൊക്കെ വിശ്വസിച്ച് കൊണ്ടുവന്നതാണല്ലോ അവൻ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. പക്ഷേ അവൻ്റെ കൂടെയുള്ള 2 പേരുണ്ടല്ലോ, ആ ജ്യേഷ്ഠനും അവൻ്റെ ഉമ്മയും, ഭയങ്കര എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ എത്രമാത്രം കഷ്ടപ്പെടുത്താൻ കഴിയും അത്ര കഷ്ടപ്പെടുത്തും അവർ. അതങ്ങനെയാണ്, ഒരുപാട് അനുഭവിച്ചതാണ്. ഒടുവിൽ ആ ഉമ്മ ഞങ്ങളെ. എന്നാൽ റിസ്വാന വക്കീലിന് അത് വല്ലാത്തൊരു വിഷമായി. ഇത്ത, നിങ്ങൾ കരയണ്ട. ഏതായാലും കുറേ അനുഭവിച്ചതല്ലേ, ഇനിയും കരയണ്ട. അല്ല മോളെ, ഞാൻ പറയുന്നത് പുളിക്കൽ തറവാടെന്ന് വെച്ചാൽ അത്രക്കും നീചമാനായ ആളുകളാണ് അവിടെ ഉള്ളത്. ഒന്നിനും വേണ്ടി മടിക്കൂല. ഒരു കുഞ്ഞുണ്ടല്ലോ, ആ ഒരു ചിന്തയും ബോധം പോലും ഇല്ലല്ലോ. ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു. എന്താ ചെയ്യുക? ശരിക്കും നമ്മുടെ റിസ്വാന വക്കീലിന് വല്ലാത്തൊരു വിഷമായി. ഒരു പെണ്ണിൻ്റെ ജീവിതം തകർന്ന് ഇവളിത് ഇവിടെ ഇരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതം തകരുന്ന പോലെയാണല്ലോ. സഫീർ തിരിച്ചു വരുന്നില്ലല്ലോ. അവൾ ഏറെക്കുറെ ഉറപ്പിച്ചു, ഇല്ല അവനിനി വരില്ല. നൂർജഹാൻ ഒരു പക്ഷേ വിടില്ലായിരിക്കും അവനെ. ഇനി അവൻ അവളുടെ സ്വന്തമായിരിക്കും. എന്നെ മറന്നു പോയിരിക്കും. സാരല്ല, എന്നാലും ജീവിക്കണമല്ലോ. എന്നാൽ ആ രാത്രിയിൽ അവൾക്ക് ഉറക്കം വന്നില്ല.
അവൾ ഓരോ സമയത്തും സമയം നോക്കിക്കൊണ്ടിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി മാറി. അങ്ങനെ അതാ പുലർച്ചെ ആ രാത്രിയായി. അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രയാസം. അതെ, സഫീറില്ല എൻ്റെ കൂടെ, വരുമെന്ന് പറഞ്ഞു പോയതാണ്. ഇന്ന് അവൻ മറ്റൊരാളുടെ മണിയറയിലാണ്. ആയിഷ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത്ത വിഷമിക്കണ്ട, ഇവരുടെ ഫാമിലിയിലുള്ള ജീവിതമാണെങ്കിൽ നമുക്കല്പം കണ്ടറിഞ്ഞ് തന്നെ ജീവിക്കേണ്ടി വരും. എൻ്റെ എന്ത് ചെയ്യാൻ, എന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ വിവാഹം കഴിക്കും, നിൻ്റെ കൂടെ ഞാൻ ജീവിക്കും, നീ എനിക്കുള്ളത് മാത്രമാണ് എന്നൊക്കെയായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒന്നുമില്ല, സാരല്ല. ഇത്താക്കും ഈ ഒരു സ്ഥിതി വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആയിഷയെ റിസ്വാന വക്കീൽ വിളിച്ചുകൊണ്ട് പറയുന്നു, ആയിഷ, സഫീർ അത്തരക്കാരനല്ല, അവനൊരിക്കലും എന്നെ ചതിക്കില്ല. എനിക്ക് വാക്ക് തന്നതാണ്. അതായത് അവൻ കാരുണ്യമുള്ള ആളാണ്. നിങ്ങളുടെ കാര്യത്തിലൊക്കെ അവൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത്രക്കും നല്ല മനസ്സായതുകൊണ്ടാണ്. നിങ്ങളെയൊക്കെ സംരക്ഷിച്ച് ഇവിടെ എത്തിച്ചു. വൃദ്ധസദനത്തിൽ കഴിയുന്ന ഉമ്മയെ ഇവിടെ എത്തിച്ചു. എല്ലാം ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യുമെന്ന് എനിക്കിപ്പോൾ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഋഷു, മോള് വിഷമിക്കണ്ട. അവന് ശരിയാണ്, ആ കൂട്ടത്തിൽ ദയയുള്ള ഒരേ ഒരാൾ സഫീർ മാത്രമാണ്. മറ്റാർക്കും ആ ദയയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരായിരുന്നു അവരെല്ലാം. സാരില്ല, എല്ലാം പഠിച്ചവൻ്റെ വിധിയല്ലേ. അതുപോലെയൊക്കെ വരൂ. പഠിച്ച റബ്ബുണ്ടല്ലോ എല്ലാം കാണുന്നതും കേൾക്കുന്നതും. സമയം ഏറെക്കുറെ വൈകി. അവൾ ക്ലോക്കിലേക്ക് തന്നെ നോക്കി നിന്നു. അതാ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ മനസ്സ് വല്ലാതെ വിഷമത്തിലേക്ക് ആഴ്ന്നിറങ്ങി പോവുകയാണ്. പക്ഷേ എൻ്റെ റബ്ബുണ്ടല്ലോ എനിക്ക്, എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ സന്തോഷത്തിന് ഏതായാലും എൻ്റെയൊക്കെ ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ മനസ്സിലെ ആഗ്രഹം അതുതന്നെ. എനിക്കുള്ള വീട് കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കി തന്നു. പാവപ്പെട്ട വല്യമ്മയെയും ആയിഷയെയും കൂടെ കൂട്ടി എല്ലാം ചെയ്തു തന്നു. ആമി സന്തോഷത്തോടു കൂടി ഇവിടെ സുഖമായി ജീവിക്കുന്നു. പക്ഷേ സഫീർ മാത്രം ഇല്ലാത്ത ഈ വീട് എനിക്ക് തികച്ചും അന്യമാണ്. എനിക്കൊട്ടും താല്പര്യമില്ല ഇങ്ങനെയൊരവസ്ഥയിൽ ഞാനിവിടെ ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഫീർ, നിന്നെ വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വിളിക്കില്ല. ഒരിക്കലും നിങ്ങളുടെ സ്വർഗത്തിലെ ഞാൻ കട്ടുറുമ്പാവില്ല സഫീർ. നൂർജഹാനോട് കൂടി നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം നീ വിവാഹം കഴിച്ച പെണ്ണ് തന്നെയാണ് നൂർജഹാൻ, നിക്കാഹ് കഴിച്ചവളാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു പങ്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ സഫീർ, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നെ കൂടി സ്വീകരിക്കാം. അതല്ല എങ്കിൽ അവളോടൊപ്പമാണ് ജീവിതം ഇഷ്ടമെങ്കിൽ അങ്ങനെയും ആവാം. ഞാനിവിടെ പ്രാർത്ഥിക്കും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. റിസ്വാന വക്കീൽ അതായിരുന്നു മനസ്സിൽ വിചാരിച്ചത്. അവൾ ഉളൂഹ് ചെയ്ത് നിസ്കരിച്ചു. പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തു. റബ്ബേ, നമ്മുടേതെന്ന് പറയുന്നത് ഒരു നിമിഷം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ആളുകളുണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവും. അവൾ ഓർത്തു, അത് അവളുടെ അയൽവാസിയായ ഷമീന എത്രമാത്രം സുഖസുന്ദരമായിരുന്നു ജീവിച്ചിരുന്നത് ഭർത്താവിൻ്റെ കൂടെ. ഒരു കുഞ്ഞുമുണ്ട്. സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം. എന്നാൽ പെട്ടെന്നാണ് അവൻ്റെ ജീവൻ പടച്ച റബ്ബ് കൊണ്ടുപോയത്. വെറും 35 വയസ്സുള്ള അവൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് ഒരു കുടുംബജീവിതം തുടങ്ങുകയായിരുന്നു ആ കുഞ്ഞു മോളെയും കൊണ്ട്. പക്ഷേ ഇന്ന് ആ കുഞ്ഞ് അനാഥമായി കഴിഞ്ഞു. അവൾ വിധവയായി കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് ഇതെല്ലാം വിധി തട്ടിയെടുക്കുന്നത്. എന്നാലും അത്രയൊന്നുമില്ലല്ലോ. സഫീർ അവിടെ സുരക്ഷിതനായി ഉണ്ട് എന്ന് എനിക്കറിഞ്ഞാൽ മാത്രം മതി. അല്ലാതെ എനിക്ക് മാത്രം വേണമെന്ന് ഞാൻ പറയുന്നില്ല. നൂർജഹാൻ, അവർ കാണുവാൻ അല്പം തടിയും വലുപ്പവും ഭംഗിയും ഒരുപാട് പണവും സമ്പത്തുള്ള വലിയൊരു ഇത്തയാണ് നൂർജഹാൻ. എൻ്റെ സഫീറിനേക്കാൾ 1-2 വയസ്സ് കൂടുമെങ്കിലും എന്തെന്നറിയില്ല, ആ ഒരു വിവാഹത്തിന് അഭിനയിക്കണമെന്ന് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ. എന്ത് ചെയ്യാൻ, നിക്കാഹ് കഴിഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്കും പരസ്പരം സ്നേഹം തുടങ്ങിയോ? അവർ മണിയറയിൽ പരസ്പരം സ്നേഹവും ഇഷ്ടവും ശരീരവും പങ്കുവെച്ച് തുടങ്ങിയിട്ടുണ്ടാകുമോ? അതെ, അവർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം പങ്കുവെച്ചോ? അവൻ അലിഞ്ഞു ചേർന്നോ? സഫീർ നൂർജഹാനിൽ അലിഞ്ഞു ചേർന്നോ? അവർ 2 പേരും ഒന്നായി തീർന്നോ? അവൾ അതെല്ലാം ഓർത്ത് കണ്ണീരൊഴുക്കി. അതെ, ഏതൊരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്തതാണ് തൻ്റെ ഭർത്താവ് മറ്റൊരു ഭാര്യയുമായി ജീവിക്കുക, അല്ലെങ്കിൽ അവളുടെ അടുത്തേക്ക് പോകുക എന്ന് വെച്ചാൽ. എല്ലാം ആ ഒരു അവസ്ഥയിൽ ഒരു പെണ്ണിനും അത് സഹിക്കില്ല.
അതിൽപ്പെട്ടത് തന്നെയല്ലേ ഞാനും. എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ, നീ എനിക്ക് ക്ഷമ കൊണ്ടാ. ഞാനെന്താ ഇങ്ങനെ? റിസ്വാന വക്കീൽ ഒരിക്കലും ഇങ്ങനെയല്ലല്ലോ. ഇങ്ങനെയല്ല റബ്ബേ. ഞാൻ എപ്പോഴും ധൈര്യമുള്ളവളായിരുന്നു, എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നവളായിരുന്നു, ഒരുപാട് പാവപ്പെട്ടവൾക്ക് വേണ്ടി കേസ് വാദിച്ചവളായിരുന്നു, ധൈര്യപൂർവ്വം എല്ലാം നേരിട്ട് മുന്നിട്ട് തന്നെ ചോദിച്ചതായിരുന്നു. ഒരിക്കലും ഭയന്ന് ഞാൻ പിറകോട്ട് നിന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്താ എൻ്റെ മനസ്സ് ഇത്രമാത്രം പുകയുന്നത്? ഇപ്പോഴെന്താ എൻ്റെ ഹൃദയം ഇത്ര വേദനിക്കുന്ന റബ്ബേ? ഇത്ര ഞാൻ എടുങ്ങാറാകുന്ന എന്താ? ഞാൻ പഴയ റിസ്വാൻ വക്കീലല്ലേ? എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു വേദന, എൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സഫീർ പോയതിൽ പിന്നെ എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പോലെ റബ്ബേ. എന്താ ഞാൻ ഇത്രക്കും പാവമായിരുന്നോ? എൻ്റെ ജീവൻ്റെ പാതി അങ്ങ് വേർപെട്ട് കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം ഹൃദയം വേദനിക്കുന്ന എന്താ റബ്ബേ? എനിക്കറിയുന്നില്ലല്ലോ. സഫീർ, അത് അവളെ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷെ അഭിനയമാണെങ്കിലും നിക്കാഹ് തന്നെയല്ലേ? അതെ, അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവും, ജീവിച്ചോട്ടെ. എനിക്കും അവൾക്കും ഒരേ സ്ഥാനമായിരിക്കും. പക്ഷേ മറക്കാതിരുന്നാൽ മതി, അവർ ജീവിച്ചോട്ടെ. വല്ലപ്പോഴും ഒന്ന് കാണാനെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. അവൾ വിതുമ്പിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ ആ യാമങ്ങളിൽ അതാ അവൾ ഉറക്കത്തിലേക്ക് പതുക്കെ പതുക്കെ അലിഞ്ഞു ചേരുന്നു. ആരോ തന്നെ വല്ലാതെ വേട്ടയാടുന്ന പോലെ ആ ഒരു ടെൻഷൻ മനസ്സിൽ നിന്ന് മാറുന്നില്ല. അതെ, അവൾ അറിയാതെ ആ ഒരു ദുസ്വപ്നങ്ങളിലേക്ക് അങ്ങ് കടന്നുപോയി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മണിയറ വാതിലിൽ കാത്തിരിക്കുന്നു. നൂർജഹാൻ പാലുമായി മണിയറയിലേക്ക് വരുന്നു. നൂർജഹാൻ, ആ ഇവിടെ വരൂ. എന്തൊക്കെയുണ്ട് ഇക്ക? ഞാൻ ഇക്ക എന്ന് വിളിച്ചോട്ടെ? അത് സഫീർ എന്ന് വിളിക്കണോ? കാര്യം നീ എൻ്റെ ഇളയതാണ്. പക്ഷേ നമ്മൾ തമ്മിൽ സ്നേഹബന്ധം കൂടുവാൻ ഞാൻ ഇക്ക എന്ന് വിളിച്ചോട്ടെ? അതിനെന്താ, ഇക്ക എന്ന് വിളിച്ചോ കേട്ടോ. നൂർജഹാൻ, ഇത്രക്കും സൗന്ദര്യമുള്ള, ഇത്രക്കും സുന്ദരിയായ ഈ ഒരു പെണ്ണിനെ പലരും ആഗ്രഹിച്ചതാണല്ലോ. പിന്നെ എനിക്ക് എങ്ങനെ ഇത് കിട്ടി? സഫീർ, എനിക്ക് സഫീറിനെ ഒത്തിരി ഇഷ്ടമാണ്. പണ്ട് ഇഷ്ടമായിരുന്നു. നിൻ്റെ ജസീറിൻ്റെ ആ ഒരു മോശ സ്വഭാവം കൊണ്ട് എനിക്കിതാണ് നല്ലതെന്ന് തോന്നി. അഭിനയിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. സഫീർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒരിക്കലും അഭിനയം മാത്രമാക്കരുത്. എനിക്ക് ജീവിക്കണം. എൻ്റെ സഫീറിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം. അങ്ങയുടെ നെഞ്ചിൻ്റെ ചൂട് എനിക്കറിയണം. നിങ്ങളെനിക്ക് അലിഞ്ഞു ചേരണം. എത്രയായാലും എന്നെ നിക്കാഹ് ചെയ്തില്ലേ? നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ, ഞാൻ നിങ്ങളുടെ സ്വന്തമല്ലേ? ശരിയാണ്, നീയും എൻ്റെ പെണ്ണാണ്. അതെ, നീ എൻ്റെ പെണ്ണ് മാത്രമാണ്. അവളെ അതാ അവൻ നെഞ്ചോട് ചേർക്കുന്നു. നെറുകയിൽ തുരുതുരെ ചുംബനങ്ങൾ അർപ്പിക്കുന്നു. അവളെ കെട്ടിപ്പിടിക്കുന്നു. നൂർജഹാൻ, ഒരിക്കൽ പോലും ഞാൻ വിചാരിക്കാത്ത ഒരു സ്വപ്ന സുന്ദരിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് പോലുമില്ല ഇങ്ങനൊരു സുന്ദരി എൻ്റെ അടുത്തേക്ക് വരുമെന്ന്. അതും പണവും പ്രതാപവും സൗന്ദര്യവും തറവാടിത്തവും എല്ലാം ഒത്തിണങ്ങിയ ഈ ഒരു പെണ്ണ്. പലരും പല വലിയ വലിയ VVIPകളും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഈ പെണ്ണ് എനിക്ക് എൻ്റെ കൈകളിൽ എങ്ങനെ വന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഫീർ, നിൻ്റെ സ്വഭാവം, നിൻ്റെ സൗന്ദര്യം, അതാണ് എന്നെ കൂടുതൽ ആകൃഷ്ടമാക്കിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ, ഒത്തിരി ഒത്തിരി. നീ എനിക്ക് തന്നെ വേണം. അങ്ങനെ അതാ അവർ രണ്ടുപേരും ആലിംഗനങ്ങളിൽ മുഴുകുന്നു. അതെ, ആ ബെഡിലേക്ക് സഫീർ അവളെ ഇരുത്തുന്നു. മോളെ നൂർജഹാൻ, നിൻ്റെ ഈ ഓർണമെൻറ്റ്സ് എല്ലാം ഒന്ന് അഴിച്ചു വെച്ചൂടെ? ഞാൻ അഴിച്ചു തരട്ടെ? ആയിക്കോട്ടെ. അങ്ങനെ അതാ സഫീർ അവളുടെ ആഭരണങ്ങൾ ഓരോന്നായി ഊരിക്കൊടുക്കുന്നു. എന്തിനാ പെണ്ണെ മണിയറയിൽ ഇത്രമാത്രം ആഭരണങ്ങളൊക്കെ? ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ആഭരണമോ വസ്ത്രമോ അല്ല, മറിച്ച് നിൻ്റെ ശരീരവും മനസ്സും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ നിൻ്റെ ആഭരണങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് ഉപ്പയുടെ നിർബന്ധമല്ലേ? അതെ, 100, 200, 300 പവന് അണിഞ്ഞു വേണം എൻ്റെ കുട്ടി പടിയിറങ്ങാൻ എന്നായിരുന്നു ഉപ്പയുടെ ആഗ്രഹം. എത്രയുണ്ടാവോ? ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഇനി അതൊന്നും ആവശ്യമില്ല. നമ്മളുടെ ജീവിതത്തിനിടയ്ക്ക് ഇതൊക്കെ മതി. അങ്ങനെ അതാ അവളുടെ
ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ച് ആ ഒരു ഷെൽഫിൻ്റെ അടുത്തേക്ക് വെക്കുന്നു. എൻ്റെ പെണ്ണ്, ഇതിപ്പോൾ ഷെൽഫ് നിറയുന്ന പോലാണല്ലോ. അതെ, അതൊക്കെ അങ്ങേക്കുള്ളതാണ്. നിങ്ങളത് എടുത്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എൻ്റെ സമ്പത്തും സ്വർണവുമെല്ലാം ഞാൻ സഫീറിന് വേണ്ടി തരികയാണ്. നിങ്ങൾക്ക് എൻ്റെ സ്വർണവും പൊന്നൊന്നുമല്ലല്ലോ ആവശ്യം അല്ലേ? അതെടി, എനിക്ക് നിൻ്റെ മനസ്സും ശരീരവും മാത്രം മതി. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒരിക്കൽ പോലും എനിക്ക് നീ അത് തരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എങ്ങനെയാണ് എനിക്കിത് കിട്ടിയതെന്ന് അറിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട നൂർമോളെ, എൻ്റെ നൂർമോളെ. എന്നാൽ നൂർജഹാൻ പറഞ്ഞു, സത്യമായിട്ടും എന്നെ ഇതുവരേക്കും ആരും നൂർമോളെ എന്ന് വിളിച്ചിട്ടില്ല. എന്നെ നൂർജഹാൻ എന്നേ വിളിച്ചിട്ടുള്ളൂ. എനിക്ക് അങ്ങയുടെ കൂടെയുള്ള ഈ ഒരു സുഖസന്തോഷമായ ജീവിതം മാത്രമായിരുന്നു ലക്ഷ്യം. എനിക്കൊന്നും വേണ്ട സഫീർ, ഒന്നും വേണ്ട. എല്ലാം അനുഭവിച്ചതാണല്ലോ. ഒന്നും വേണ്ട, ഈ സ്നേഹം മാത്രം മതി. അങ്ങനെ അത് അവളുടെ ആഭരണങ്ങൾ ഓരോന്നായി അതാ സഫീർ അഴിച്ചു കൊടുക്കുന്നു. ശരിക്കും അവളുടെ ആ ശരീരത്തിൻ്റെ ഭംഗി, ആഭരണങ്ങളും ഷാളുമെല്ലാം ഒഴിവാക്കിയതോടെ അത് വെളിവാകാൻ തുടങ്ങി. ശരിക്കും അവൻ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു പോയി. നൂർ, വല്ലാത്ത മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യമാണ് പൊന്നെ നിൻ്റെത്. സത്യം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ ഒരു അപ്സര കന്യകയാണോ അതോ ഓർലീനാണോ? എനിക്കറിയില്ല. എന്താ നിൻ്റെ ശരീരത്തിന് ഇത്രമാത്രം ഭംഗി? ഞാനതിൽ വല്ലാതെ അങ്ങ് അലിഞ്ഞു ചേരാൻ വേണ്ടി കൊതിക്കുന്നു. നൂർജഹാൻ പെട്ടെന്ന് തന്നെ അവളുടെ കൈകൾ നീട്ടിക്കൊണ്ട് അതാ സഫീറിനെ അവളുടെ മാറിലേക്ക് ചേർത്തമർത്തുന്നു. എന്നാൽ സഫീർ പുളകിതനാകുന്നു. നൂർജഹാൻ, നമുക്ക് വേണ്ടി പഠിച്ചവനായിട്ട് തന്നതാണല്ലേ ഈ അവസരമൊക്കെ. ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ല. അങ്ങനെ ഇതാ അവർ രണ്ടുപേരും അവിടെ ഒന്നായി തീരുകയാണ്. സഫീർ നൂർജഹാൻ്റെ ശരീരവും മനസ്സും ഒന്നായിട്ടങ്ങ് എടുക്കുകയാണ്. അവർ രണ്ടുപേരും ഒന്നായി തീരുകയാണ്. അവരുടെ ഒരുപാട് കാലത്തെ ആ ഒരു സ്വപ്നങ്ങൾ അവിടെ സാക്ഷാത്കരിക്കുകയാണ്. അതെ, നൂർജഹാൻ ഒരുപാട് കാലം ഒളിപ്പിച്ചു വെച്ച അവളുടെ വിചാരങ്ങളെല്ലാം ശരിക്കും സഫീറിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ആസ്വദിക്കുകയാണ്. അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, എന്തെന്നില്ലാത്ത ആനന്ദം. അതെ, അവർ വീണ്ടും വീണ്ടും ഒരുപാട് മുത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അവിടെ ഒന്നായി തീരുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.